നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമുക്ക് ഇന്നൊരു പായസം ഉണ്ടാക്കാം. അപ്പോൾ ഓണമായിട്ട് ഇന്നൊരു അരിപ്പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു അരക്കപ്പ് പായസം റൈസ് ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മളൊരു കുക്കറിനകത്ത് ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കഴുകിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ അരിയെല്ലാം നല്ലപോലെ കഴുകിയിട്ട് നമ്മളൊരു കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് അരിയൊന്ന് നല്ലപോലെ മുങ്ങിക്കിടക്കത്തക്ക രീതിയിലുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് ഒത്തിരി അങ്ങ് കൂടരുത്, ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി കുറയാനും പാടില്ല. അപ്പോൾ അത്രയും ഒരു വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മളൊരു 3-4 വിസിൽ വരെ അടിച്ച് നമ്മൾ കുക്കർ അകത്തുനിന്ന് അടിച്ചെടുക്കണം. പ്രഷറെല്ലാം പോയതിന് ശേഷം അരി ഒന്ന് കുക്കർ തുറന്നൊന്ന് മാറ്റി വെക്കാം. ഈ സമയത്തിന് നമുക്കൊരു പാൻ ചൂടാക്കിയതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം ഈ വേവിച്ച് വെച്ചിരിക്കുന്ന അരി അതിനകത്തൊന്ന് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. നല്ലപോലെ ആ നെയ്ക്കകത്തൊന്ന് നമ്മൾ ആ ചോറൊന്ന് വരട്ടിയെടുക്കാം. ഒത്തിരി അങ്ങ് സോട്ട് ചെയ്യേണ്ട, കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുത്താൽ മതിയേ. ഇനി നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം. ഇത് ഞാൻ നേരത്തെ ഉരുക്കി വെച്ചതാണ്. ഒരു 3 ബ്ലോക്ക് ശർക്കര കുറച്ചൊരു വെള്ളത്തിൽ ഇത്തിരി വെള്ളത്തിലൊന്ന് ഉരുക്കി വെച്ചതാണ്. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ അരിക്കകത്ത് നല്ലപോലെ ശർക്കര പിടിക്കത്തക്ക രീതിയിൽ നല്ലപോലെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം ഇത്. അപ്പം നല്ലപോലെ വെന്ത അരിയായിരിക്കണേ, അല്ലെങ്കിൽ ഇത് കല്ല് പോലെ ആകും. അപ്പം നല്ലപോലെ അരി വേവിച്ചെടുക്കുക. എന്നിട്ടതിന് ശേഷം ശർക്കര പാനിയിൽ ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് കുറുകി വരുന്നിടം വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ടി തേങ്ങാപ്പാൽ, ഞാൻ 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല, കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതൊന്ന് ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഏലക്കാപ്പൊടി, ജീരകപ്പൊടി, അതുപോലെ ഡ്രൈഡ് ജിഞ്ചർ പൗഡർ, ഉണങ്ങിയ ഇഞ്ചിയുടെ ചുക്ക് പൊടിയില്ലേ, ചുക്ക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഇത്തിരി മതി. അപ്പോൾ അതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി. അപ്പോഴത്തേനും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് അത് വേറൊരു പാനിൽ ഇതുപോലെ കുറച്ച് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് വറുത്ത് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അതും കൂടി നെയ്ക്കകത്താണ് വറുത്തിരുന്നത്. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഇത് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല അടിപൊളി പായസം ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എളുപ്പമാണ് ഉണ്ടാക്കാനേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.